എടുത്ത് അണിയാൻ ഉണ്ണി തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് മാപ്ര എന്ന് പറയാറുള്ളത്. ശരിക്കും ഈ മീഡിയ രംഗത്ത് പ്രവർത്തിച്ച സന്ദർഭങ്ങളിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതിനെ ഒരു വളരെ സറ്റയറായിട്ട് അവതരിപ്പിക്കാനാണ് ഉണ്ണി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അർത്ഥത്തിൽ ഒരു വലിയ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഉണ്ണിയുടെ ആ ഒരു നർമ്മബോധം അതിൽ വളരെ രൂഢമൂലമായിട്ടുണ്ട്. കാരണം ഈ മാപ്ര എന്നുള്ളത് നമ്മളെ കളിയാക്കാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്നതാണല്ലോ. അത് സ്വയം എടുത്തണിഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം ഉണ്ണി നമുക്ക് പറ്റിയ അമളികൾ നമ്മൾ തന്നെ തിരുത്തണമെങ്കിൽ നമ്മൾക്ക് തന്നെ അത് ഒരു ഫലിതമായി തോന്നണമെങ്കിൽ അത് ഉന്നതമായിട്ടൊരവസ്ഥയിൽ എത്തണം. ആ സമയത്ത് മാത്രമേ നമുക്ക് നമ്മളെ നോക്കി ചിരിക്കാൻ പറ്റുള്ളൂ. മാപ്ര സ്റ്റോറി നമ്മളൊക്കെ നമ്മളെ തന്നെ ജീവിതമാണ്. സരസമായിരിക്കും, രസകരമായിരിക്കും, ഹൃദയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എന്തായാലും പ്രിയ സുഹൃത്തിന് എല്ലാ ആശംസയും. സാറിന്റെ ചടങ്ങ് വീട്ടിൽ നടന്ന ചടങ്ങിന് എല്ലാ ആശംസ. ആ പേരിൽ തന്നെ അതിന്റെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ആക്ഷേപഹാസ്യത്തിന്റെ അംശം സാഹിബിന്റെ ഈ ഒരു പിന്നെ ഉദ്യമത്തിന്റെ ഭാഗമായി ഉണ്ണിയുടെ പുസ്തകം വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അദ്ദേഹം എഴുതിയ കഥകൾ വായിക്കാൻ കൂടി പറ്റും, കേട്ട് പരിചയമുള്ള ഒരാളെന്ന രീതിയിൽ വായിക്കാൻ കൂടി പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നു. അത് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മളറിയാതെ ചില നിയോഗങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ കാസർഗോഡ് എവിടെയോ കിടക്കുന്ന ഞാൻ മഹാനായ CH പറയാം MK മുനിയറിന്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാനെത്തുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ചില വഴിവിളക്കുകൾ ഉണ്ടാകും. ഈ ജീവിതത്തിലെ വഴിവിളക്കാണ് ഉന്മേഷം. ഇത് വളരെ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായി ഞാൻ കാണുന്നു. ഞാൻ ആഗ്രഹിച്ച ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്ന ഇവിടെ നിന്ന് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതിങ്ങനെ സംഭവിച്ചതിന് എല്ലാവരോടും നന്ദിയുണ്ട്.